പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാധുവിന്റെ പ്രവൃത്തിയിൽ മിത്രയടക്കം ഡെവിയും ധ്യാനും പകച്ചുപോയി. രാധു, എന്താ ഇത്? ആദ്യത്തെ പകപ്പ് മാറിയതും ധ്യാൻ രാധുവിന് നേരെ ശബ്ദമുയർത്തി. എന്താ ചെയ്തെന്ന് മാഷ് കണ്ടില്ലേ? ഇത്രയും കാലം ഇവൾ എവിടെയായിരുന്നു? ഇവ വന്നിരിക്കുന്നു. രാധു മിത്രയെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു. നമ്മളെയൊക്കെ മറന്നു പോയോട് ബന്ധം കൂടാനൊന്നും എനിക്കൊക്കത്തില്ല. എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കുഞ്ഞ് ഇത്രയും ആകുന്നതിനിടയിൽ ഒരു വട്ടെങ്കിലും ഇവൾ കാണാൻ വന്നോ? ഇല്ലല്ലോ. അവൾക്ക് വലുത് അവളുടെ പാട്ടിയും വീട്ടുകാരല്ലേ. പിന്നെ എന്തിനാ ഇപ്പം കൊണ്ട് വന്നത്? അവരെ തന്നെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ നിന്നാ പോരായിരുന്നു. ദേഷ്യത്തിൽ അത്രമാത്രം പറഞ്ഞ് മിത്രയെ ഒന്ന് നോക്കി പെട്ടെന്ന് തട്ടിപ്പറിച്ചെടുത്തത് കൊണ്ട് ബഹളമൊക്കെ കേട്ട് കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് രാധ ഉള്ളിലേക്ക് പോയി. സോറി മിത്ര, അവൾ സങ്കടം കൊണ്ട് ചെയ്തതും പറഞ്ഞതുമാണ്. എനിക്കറിയാം, ഇതിൽ കൂടുതൽ അടി ഞാൻ പ്രതീക്ഷിച്ചതാ. അത്രയ്ക്ക് നല്ല പ്രവൃത്തിയാണല്ലോ ഞാൻ ചെയ്തത്. ഞാൻ അവളൊന്ന് കണ്ടിട്ട് വരാം. കവളൊന്ന് തിരുമ്പി ചെറു ചിരിയോടെ പറഞ്ഞ് മിത്ര രാധവിൻ്റെ അടുത്തേക്ക് പോയി. എടാ ഡെവി. ധ്യാന ഡെവിയോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഇത്രയൊക്കെ നടന്നിട്ടും അവൻ അവൾ അതിൻ്റെ പേരിലൊന്നും നുള്ളി നോക്കുപോലും ചെയ്തിട്ടില്ല. അവൻ്റെ മുന്നിലിട്ടാണ് രാധ ഡെവി ചങ്കിൽ കൊണ്ട് നടക്കുന്ന മിത്രയുടെ കാരണം പുകച്ചത്. ഹേയ്, നീയൊന്നും പറയണ്ട. അവൾക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. അത് രാധ തീർത്തു. അത്ര കരുതിയാൽ മതി. ധ്യാനിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഡെവി ചെറിയ ചിരിയോടെ പറഞ്ഞതും ധ്യാനൊന്ന് ചിരിച്ചു പോയി. ഡെവിയും കണ്ടറിഞ്ഞതാണ് മിത്ര പോയപ്പോഴുള്ള രാധവിന്റെ സങ്കടം. അതുകൊണ്ട് തന്നെ രാധ അങ്ങനെ ചെയ്തതിൽ അവന് പ്രത്യേകിച്ച് നീരസം തോന്നിയില്ല. നീ ഇരിക്ക് ഡെവി, അവരുടെ പ്രശ്നം അവർ തന്നെ തീർക്കട്ടെ. സീറ്റോട്ടിലുള്ള ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് ധ്യാൻ പറഞ്ഞതും അവന്റെ അടുത്തുള്ള ചെയറിലായി ഡെവിയും ഇരുന്നു. നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്തി? കാണാനില്ലല്ലോ. അവരിവിടെ ഇല്ലടാ. ഇതിനു മുമ്പ് ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തു പോയതാ. വരുവാൻ കുറച്ച് പിടിക്കും. അല്ല, നിങ്ങൾക്കിടയിൽ പ്രശ്നം തീർന്നല്ലോ, സമാധാനായി. അല്ല, നിങ്ങൾ ഇങ്ങോട്ടായിട്ട് തന്നെ ഇറങ്ങിയതാണോ അതോ? അതേടാ, ദേവ കണ്ണും തീരെ ചെറുതായപ്പോൾ കണ്ടതല്ലേ. ഇന്നാണെങ്കിൽ ഞാനും ഫ്രീയാ, അപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതാ. അതെന്തായാലും നന്നായി. കുറച്ചു നേരമെങ്കിലും എനിക്ക് റെസ്റ്റ് എടുക്കാനായല്ലോ. ഞാനിവിടെ ഉള്ളപ്പോഴേ അവൾക്ക് കുഞ്ഞിനെ നോക്കാൻ മടിയടാ. ധ്യാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ഡേവിയും ചിരിച്ചു പോയി. ഒപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ അതുപോലൊരു കുഞ്ഞിനെ തങ്ങൾക്കും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോയി. നീ എന്തിനാണ് ചെറുക്ക വെറുതെ കിടന്ന് തൊള്ള കീറുന്നത്? ഇങ്ങനെ കിടന്ന് കരയാൻ ഞാൻ നിന്നെയല്ലല്ലോ അടിച്ചത്. രാധ തൻ്റെ കയ്യിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞെങ്കിലും കുഞ്ഞിക്കണ്ണൻ കരയുകയല്ലാതെ കരച്ചിൽ നിർത്തിയിരുന്നില്ല. നിന്നോടല്ലടാ കരച്ചിൽ നിർത്താൻ പറഞ്ഞത്. ഇനിയും കിടന്ന് കരഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. രാധു, വെറുതെ എന്നോടുള്ള ദേഷ്യം ആ കുഞ്ഞിനോട് തീർക്കണ്ട. രാധ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നത് കണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് മിത്ര പറഞ്ഞു. അത് പറയാൻ നീ ആരടി? ഞാൻ എൻ്റെ കുഞ്ഞിനോട് എൻ്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. രാധ മിത്രക്ക് നേരെ ചാടി കളിച്ചു. ആണോ? എന്നാലേ എന്നോടുള്ള ദേഷ്യം എന്നോട് തീർത്താൽ മതി, ഈ കുഞ്ഞിനോട് തീർക്കണ്ട. രാധവിനെ കയ്യിൽ നിന്നും വിളക്കി കരയുന്ന കുഞ്ഞിനെ വാങ്ങിയിട്ടുകൊണ്ട് മിത്ര പറഞ്ഞു. ആദ്യം രാധ കുഞ്ഞിനെ കൊടുക്കാൻ ഇത്തിരി ബലം പിടിച്ചെങ്കിലും പിന്നെ അവൾ തന്നെ കുഞ്ഞിനെ മിത്രക്ക് കൊടുത്തു. കരയേണ്ടടാ വാവേ, ഒന്നുമില്ല. മിത്ര കുഞ്ഞിനെ തോളിലേക്ക് കിടത്തി പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവളുടെ പ്രവൃത്തിയിൽ പതിയെ കുഞ്ഞിന്റെ കരച്ചിൽ നേർത്തു വന്നു. രാത്രി വരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി ബെഡിൽ വന്നിരുന്നു. മിത്ര കുഞ്ഞിനെ എടുത്ത് ഓരോന്ന് പറഞ്ഞ് കൊഞ്ചിച്ച് കരച്ചിൽ മാറ്റിയതും കുഞ്ഞു ചെറുക്കൻ കരച്ചിലൊക്കെ മാറ്റി അവളെ നോക്കി ചിരിച്ച് ഓരോരോ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ കുഞ്ഞ് കരച്ചിൽ നിർത്തിയത് കണ്ടോ? നീ ഇങ്ങനെ ചാടി കളിച്ച കുഞ്ഞ് എങ്ങനെ കരച്ചിൽ നിർത്താനാ? കുഞ്ഞിന്റെ കരച്ചിൽ മാറിയത് കണ്ട് മിത്ര രാധുവിനോടായി പറഞ്ഞതും രാധു മിത്രയൊന്ന് തുറിച്ചു നോക്കി. രാധുവിന്റെ നോട്ടം കണ്ടതും മിത്ര തന്റെ കഴുത്തിൽ പിടിച്ച് കളിക്കുന്ന കുഞ്ഞുമായിട്ട് രാധുവിന്റെ അരികിൽ വന്നിരുന്നു. നിന്നോടൊക്കെ ക്ഷമ ചോദിക്കാനുള്ള അർഹതയുണ്ടെന്ന് അറിയില്ല, എന്നാലും ചോദിക്കുക. ക്ഷമിച്ചൂടെ എന്നോട്? അറിയാം ഓർക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തതെന്ന്, എന്നാലും പറ്റിപ്പോയി. അല്ലാതെ നിന്നെയൊക്കെ മറക്കാൻ ഒഴിവാക്കാൻ എനിക്ക് പറ്റത്തില്ല. കുറ്റപ്പെടുത്തിക്കോ, ഞാൻ കേട്ടോളാം. നോവിച്ചോ, ഞാൻ സഹിച്ചോളാം. എന്നാലും മിണ്ടാ നിൽക്കലടി, പറ്റുന്നില്ല. എപ്പോഴെങ്കിലും നീ എൻ്റെ ഭാഗ്യത്തിൽ നിന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞില്ലാത്ത വിഷമം, അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഒരിക്കലും ഇനി എനിക്കൊരു അമ്മയാകാൻ കൂടി പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ പിടിവിട്ടു പോയി. കണ്ണനെ ചേർത്ത് പിടിച്ച് നോവോടെ മിത്ര പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ഡ്രസ് മനസ്സിലാക്കിയ രാധു മുഖമുയർത്തി മിത്രയെന്ന് നോക്കി. കലങ്ങി ചുവന്ന് കിടക്കുന്ന മിഴികളിൽ നിന്ന് തന്നെ അവളൊരു കുഞ്ഞിനെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് രാധുവിന് മനസ്സിലായി. കണ്ടവർ പറഞ്ഞതൊക്കെ കണ്ണും പൊട്ടി വിശ്വസിക്കാൻ നിനക്കേ പറ്റൂ. സമയമാകുമ്പോൾ നിനക്കും കൂട്ടി ഒരു കുഞ്ഞിനെ.
മിത്രയുടെ ദുഃഖം നിറഞ്ഞ മുഖത്തെ നോക്കാനാകാതെ മുഖം പിടിച്ചുകൊണ്ട് രാധു പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് മിത്ര ഒന്ന് മന്ദഹസിച്ചു. ഇപ്പൊ നിന്ന് ചിരിച്ചാൽ മതി അവൾക്ക്. നീ കാരണം ഞങ്ങളൊക്കെ എത്ര വിഷമിച്ചെന്ന് അറിയോ? വലിയ ഇഷ്ടമായിരുന്നല്ലോ നിനക്ക് നിന്റെ ഇച്ചായനെ. പാവ മനുഷ്യൻ വരെ എത്ര സങ്കടപ്പെടുന്ന അറിയാം നിനക്ക്. രാധു മിത്രയെ നോക്കി കെറുവോടെ പറഞ്ഞു. അത്രക്ക് പാവമൊന്നുമല്ല. രാധു പറഞ്ഞത് കേട്ട് കുറുമ്പോടെ തന്നെ കയ്യിലിരിക്കുന്ന തക്കിടുവിന്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പതിയെ മിത്ര പറഞ്ഞതും അവളുടെ പ്രവൃത്തിയിൽ കണ്ണാവി മിത്രയെ നോക്കി പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിച്ചു. എന്താ നീ പറഞ്ഞേ? മിത്ര പറഞ്ഞത് മനസ്സിലാകാതെ രാധു ചോദിച്ചു. ഒന്നുമില്ല, പാവാണെന്ന് പറഞ്ഞതാ. ഇത് എൻ്റെ മോനാണ്, ധ്രുവകാശനാഥൻ എന്ന കണ്ണൻ. നീ കുറെ മുമ്പ് കണ്ടതല്ലേ, അതോടൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. മിത്ര ഇതുവരെ തൻ്റെ കുഞ്ഞിനെ കാണാൻ വരാത്ത സങ്കടത്തിലും അമർഷത്തിലും രാധു പറഞ്ഞു. ഓ, എനിക്കറിയില്ലായിരുന്നു. മിത്രയും തിരിച്ച് അതേ ഭാവത്തിൽ തന്നെ പറഞ്ഞു. എങ്ങനെ അറിയാനാ, 28-ന് മുമ്പ് വന്നതല്ലേ. എൻ്റെ രാധു, സോറി, ഞാൻ വഴി നിന്റെ കാല് പിടിക്കാം, ഒന്ന് ക്ഷമിക്കടി. രാധു വീടാൻ ഭാവല്ലെന്ന് കണ്ടത് ക്ഷമാപണം പോലെ മിത്ര പറഞ്ഞു. ഇല്ല, നീ എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് ബോധമുണ്ട് നിനക്ക്. ഒക്കെ ക്ഷമിക്കാം, പക്ഷെ അവിടെ ചാവാൻ പോയിരിക്കുന്നു. എന്തിനാണ് നീ സൂയിസൈഡ് ചെയ്യാൻ പോയത്? രാധു മിത്രയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ ആ ഡോക്ടറെ കൂട്ടുപിടിച്ച് പാട്ടിനെ ചതിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി. കൂടെ ഇച്ചാനെ വേണ്ടെന്ന് കൂടെ പറഞ്ഞപ്പോൾ തീരെ സഹിക്കാൻ പറ്റിയില്ല. ബുദ്ധിയില്ലാതെ നിന്നോടൊന്നും പറഞ്ഞൊരു കാര്യമില്ല. രാധു പറഞ്ഞത് മിത്ര അവളെ കൂർപ്പിച്ച് നോക്കി. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ചെയ്താൽ പിന്നെ ഞാനും നീയായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല. ഇല്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത്. വേദനിച്ചോ ഞാൻ അടിച്ചത്? മിത്രയുടെ അടിച്ച കവളിൽ തലോടിക്കൊണ്ട് രാധു ചോദിച്ചതും അവളില്ലെന്ന് തലയാട്ടി. സോറി ഡി, അപ്പോൾ ഇത് ദേഷ്യവും സങ്കടവും കാരനാണ്. ഞാൻ അടിച്ചതും പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട കേട്ടോ. മിത്രയെ ഇറുകപ്പെടുന്ന രാധു പറഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്കടി, എൻ്റെ കൊച്ചിന് ശ്വാസം മുട്ടും. മിത്ര രാധുവിനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞതും രാധു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നേരെയിരുന്നു. ഓ, ഇപ്പൊ ഞാൻ ഔട്ടല്ലേ? മിത്രയും മിത്രയുടെ കയ്യിലിരുന്ന് അവളെ നോക്കി ഓരോന്ന് പറഞ്ഞ് ഇളകിച്ചിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി രാധു പറഞ്ഞു. മോളെ അനുരാധേ, കുശുമ്പ് വേണ്ടട്ടോ. മിത്ര അത് പറഞ്ഞു തീരലും അവളുടെ മടിയിൽ വെള്ളം തന്നെ പറഞ്ഞതും ഒപ്പായിരുന്നു. അയ്യട കള്ള, പണി പറ്റിച്ചല്ലോ നീ. മിത്ര കുഞ്ഞിനെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞ ആ കുഞ്ഞു ട്രൗസർ ഊരി മാറ്റി. അപ്പോഴേക്ക് രാത്രി ടവലെടുത്ത് മിത്രക്ക് നേരെ നീട്ടി. ദാ നിന്റെ ഡ്രസ്സ് തുടച്ചേക്ക്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഉണങ്ങിക്കോളും. അപ്പോഴേക്കും കുഞ്ഞിച്ചക്കൻ വായിൽ വെല്ലിട്ട് ബഹളം വെച്ച് രാധുവിന് നേരെ ചാടാൻ തുടങ്ങിയിരുന്നു. തുടങ്ങി ഈ ചെക്കൻ ഇങ്ങനെയാ, മിനിറ്റിന് പാല് കിട്ടണം. മിത്രയുടെ കയ്യിൽ നിന്നും ചിരങ്ങിക്കരയാൻ തുടങ്ങിയ കുഞ്ഞിനെ വാങ്ങിയെടുത്ത് പാല് കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിന്റെ അല്ലേ കുഞ്ഞ്, ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കുഞ്ഞിൻ്റെ കാലിൽ തലകി ചിരിയോടെ മിത്ര പറഞ്ഞു. ഏയ്, ഇതെൻ്റെ സ്വഭാവമൊന്നുമല്ല. പാല് മാത്രം കുടിച്ചാൽ വിശപ്പ് മാറില്ലല്ലോ, അതുകൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുക്കും. അത് പിന്നെ ലാസ്റ്റ് ഞാൻ കഴിക്കണം, അതാ അവസ്ഥ. പിന്നെ ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കണം. നിലത്ത് വെച്ച് അപ്പം തുടങ്ങും കാറി പൊളിക്കാൻ. തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി പാല് കൊടുക്കുന്ന കുഞ്ഞിൻ്റെ കവളിൽ തലോടി രാധു പറഞ്ഞതും മിത്ര അവൾ പറയുന്നതും കേട്ട് ചിരിയോടിയിരുന്നു. പാലുകുടി കഴിഞ്ഞതും പിന്നെ ആള് ഫുള്ള് മിത്രയുടെ കയ്യിൽ തന്നെയായിരുന്നു. പുറത്തു പോയ ധ്യാൻ്റെ അച്ഛനും അമ്മയും വന്നു. വൈകുന്നേരമായിരുന്നു ഇരുവരും തിരിച്ചു വന്നത്. മിത്രയ്ക്ക് കണ്ണാപ്പയുടെ ചിരിയും കളിയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റി ദേവ തനിക്ക്? തിരികെ വീട്ടിലെത്തിയിട്ടും മൂഖമായി നിൽക്കുന്ന മിത്രയെ കണ്ട് ഡേവി ചോദിച്ചു. ഒന്നുമില്ല ചായ. ഡേവിക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞ് മിത്ര ഡാനിയും കുഞ്ഞോട്ടും വരുമ്പോഴേക്കുള്ള കാപ്പിയിട്ട് വെക്കാൻ തുടങ്ങി. എന്നാൽ മിത്രയുടെ പെരുമാറ്റത്തിലെയും സംസാരത്തിലെയും മാറ്റം ഡേവിക്ക് മനസ്സിലായിരുന്നു. കാര്യം പറ ദേവ, എന്നാ പറ്റി? മിത്രയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. കണ്ണനെ കണ്ടിട്ട് പോരാൻ തോന്നില്ല ചായ, വീണ്ടും കാണാൻ തോന്നുക ആ തക്കടുവിനെ. ഡെവിയോട് ചേർന്ന് നിന്ന് അവന് നെഞ്ചിലേക്ക് തല ചായച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. അതാണ് കാര്യം, നമുക്കിനിയും പോകാലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. നമുക്ക് മാത്രം തെച്ചായ കുഞ്ഞിനെ കിട്ടാത്തത്? നമ്മൾ തുടക്കത്തിൽ എൻ്റെ പഠനം കഴിയും വരെ വേണ്ടെന്ന് വെച്ചതിനുള്ള ശിക്ഷയാകും ചായ. തങ്ങളുടെ വിധിയോട് വിഷമത്തിൽ മിത്ര പറഞ്ഞു. എന്നതാ കൊച്ചി പറയുന്നത്? സമയമാകുമ്പോൾ കർത്താവ് തന്നോളും നമുക്കും കൊച്ചുങ്ങളെ. മിത്രയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഡേവി പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയിലല്ലേ ചായ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. ഇനി ശരിക്കും എനിക്ക് വല്ല കുഴപ്പമുണ്ടാവും ചായ? ഡെബിയെ നോക്കി വിഷമത്തിൽ ചോദിച്ചു. എന്നതൊക്കെയാ ദേവ ഈ പറയുന്നത്?
വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. സമയമാകുമ്പോൾ കർത്താവ് തന്നോളും. വീട്ടിൽ വെറുതെ ഇരുന്നിട്ടാ വേണ്ടാത്ത ചിന്തകളൊക്കെ കയറി കൂടുന്നത്. ഡെവി ശ്വാസിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര അവൻ തന്നെ ശാസ്ത്രത്തെ കേട്ട് ചുണ്ടു കൂർപ്പിച്ച് നോക്കി. നോക്കണ്ട, ഉള്ളത് തന്നെയാ. ഉടനെ തന്നെ നിന്നെ വല്ല കോഴ്സിനും ചേർക്കണം, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. നീ എന്ന് പ്രശ്നം ഉണ്ടാക്കി പോയതുകൊണ്ടാ BEd കൊടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പം അഡ്മിഷനൊക്കെ ഫുള്ളായി, ക്ലാസ് തുടങ്ങി പകുതി ആയിട്ടുണ്ടാവും. മിത്രയുടെ കൂർപ്പിച്ച് വെച്ച് ചുണ്ട് തള്ളവരിൽ കൊണ്ട് നാമർത്തി തടവിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. വേണ്ട ചായ, ഇത്രയും കാലം പഠിച്ചില്ലേ, ഇനി കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, അടുത്ത ഇയറിൽ പഠിക്കാൻ പോകാം. ഡെബിയുടെ നെഞ്ചോടൊന്ന് പറ്റിച്ചെന്ന് ഡെബിയുടെ കഴുത്തിലെ പൊന്നും കുരിശിൽ കളിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. അയ്യടി, ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നിന്നെ ഉടനെ തന്നെ നല്ലൊരു കോഴ്സിന് കൊണ്ടുപോയി ചേർക്കണം. വേണ്ട ചായ, ഇപ്പൊ തന്നെ ഡാനിയുടെയും കുഞ്ഞുടിൻ്റെയും പഠനവും ചെലവും ലോണൊക്കെ ഉണ്ട് ആവശ്യത്തിന്. അതിൻ്റെ ഇടയിൽ ഞാൻ കൂടെ പഠിക്കാൻ പോയാൽ ശരിയാകത്തില്ല. മിത്ര ഡെബിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരല്ല. സാരുണ്ട്, അടുത്ത ഇയറിൽ നല്ല കോഴ്സിന് അപ്ലൈ ചെയ്യാൻ ചായ. ഈ വർഷം പകുതിയായില്ലേ, ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ പ്ലീസ്. മിത്ര പറഞ്ഞതും ഡെബി ഒന്ന് മൂളി. നിന്റെ ഇഷ്ടം പോലെ അടുത്ത പ്രാവശ്യം കൊടുക്കാം. ആ ഒഴിവുകേട് പറയാൻ നിൽക്കരുത്, കേട്ടല്ലോ. ഇല്ല ചായ, പറയത്തില്ല. സന്തോഷം കൊണ്ട് മിത്ര ഡെബിയെ ഇറുകപ്പെടുന്നു. ഇനി ഓരോന്ന് ആലോചിച്ച് വെറുതെ എൻ്റെ കൊച്ചു മനസ്സ് വിഷമിപ്പിക്കണ്ട. മിത്രയുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞതും മിത്ര അനുസരണയോടെ തലയാട്ടി ഡേവി നടന്നു മാറാൻ നോക്കിയതും അതിന് സമ്മതിക്കാതെ ഡേവിഡ് മിത്രയുടെ ഇടുപ്പിൽ പിടിമുറുക്കി. ഇച്ചായ വിട്.